ചുരത്തല്ലേ ഉറങ്ങട്ടെ ഞാൻ എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ പനി നീർത്തുള്ളി നനയട്ടെ ഞാൻ നീയില്ലാതെ ഓർമ്മകൾ എന്നാളും എന്നാളും എന്റേതല്ലേ നീ എന്താണീ കണ്ണേ പരിഭവം മറ്റാരും കാണാ കൗതുകം കട്ടുരുമീരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി മുല്ലമുടി ചുരുളിൽ മുകിലായി അന്നു മുടി പുതച്ചിരുന്നാൽ മതിയായി വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം വിരിക്കുള്ളിലേറിയെന്ന നറുത്തിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാം ഒരു സ്വർണ്ണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പിൾ പനി നീരായി നിൻ പാട്ടിലറിഞ്ഞു തുളുമ്പീന നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മഴവില്ലു മെനഞ്ഞു തരാം മിഴിത്തുള്ളിലേറിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാം. ചോദിക്കാം നമുക്ക്. ഹരിച്ചേട്ടാ, രണ്ടുപേരും രസമായിട്ട് പാടി. ആന്യ കുറച്ച് ബ്രത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തോന്നിയാ? ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങള് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. എനിക്ക് ദേവിക കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പാടി നിന്ന് ടുഡേസ് പെർഫോമൻസ് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തു. രണ്ടുപേരും നന്നായിട്ട് പാടി, എന്നാൽ ഒരു പൊടിക്ക് ദേവിക ബെറ്റർ ആയിട്ട് പാടിയെന്ന് തോന്നി. പുലരിയിൽ ഒരു അതാര പാടി മോളല്ലേ ദേവിക, നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ആന്യയുടെ ആ പോർഷൻ ഒന്ന് പാടാം മോളെ. ആന്യ പാടും ഒരു പാട്ട് കൊണ്ടുവരവേൽക്കാം നിന്നെ പാതിചാരിയൊരു വാതിലിന്റെ അഴിയോരം അല്ലേ? അപ്പൊ അതൊന്നും ക്ലിയർ അല്ല മോളെ, ആ വേർഡ്സ് ഒന്ന് ക്ലിയർ ആയിട്ട് പാടാവോ? പാതിചാരിയൊരു വാതിലിന്റെ അഴിയോരം നീ വിളക്കിനൊളി നീട്ടി നിൽക്കും ഒരു സന്ധ്യ സന്ധ്യ മെല്ലെ എന്നെ വിളിച്ചുണർത്തല്ലേ കിളി ഉറങ്ങട്ടെ ഞാൻ എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ പനി നീർത്തുള്ളി നനയട്ടെ ഞാൻ. മോളെ എന്തായാലും മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെ നേരത്തെ പറ്റിയത്. അത് നീ ഇല്ലാതില്ലൻ ഓർമ്മകൾ, ആ വേർഡ്സ് അത് അങ്ങനെ നന്നായിട്ട് പാടണ്ടേ. നീ ഇല്ലാതില്ലൻ ഓർമ്മകൾ, അത് മോളെ അത് എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ മോള് ഭയങ്കരമായിട്ട്, ഇത് ഞാൻ കുറേ റൗണ്ട്സ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയല്ലേ അനിയ, എൻ്റെ പൊന്നുമോളെ. അപ്പൊ ഇതൊന്ന് ഫോളോ ചെയ്യണ്ടേ? അതൊന്ന് ക്ലിയർ ആയിട്ട് പാടിക്കേ. നീ ഇല്ലാതില്ലൻ
ഇപ്പോഴും നീ ഇല്ല ലാ ആ. നീ ഇല്ലാതില്ലൻ ആ വേർഡ്സ് നല്ല എല്ലാം പറക്കി പറക്കി പാടിക്കേ. ഇല്ലൻ ഇല്ലൻ ലാ ഇല്ലൻ. നീ ഇല്ലാതില്ലൻ ഓർമ്മകൾ. ഫാർ ബെറ്റർ ആയി. യെസ്. പിന്നെ ചരണം പാടിയത് നന്നായിട്ട് പാടി മോളെ. അല്ല എക്സ്പെഷ്യലി എനിക്ക് പക്ഷെ അതിനൊരു സംഗതി ഒന്ന് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ആ മായപ്പൊൻ അതൊന്ന് പാടാവോ? മായപ്പൊൻവേലിന്നാള മിഴിയാലൊഴിയും വിൻസന്ധ്യേ വിൻസന്ധ്യേ തരിരാരാ വിൻസന്ധ്യേ സ്വപ്നത്തിൻ വാതിൽ പടിമേൽ വന്നു വിളിച്ചു നീ എന്തേ. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് പാടി. എസ്പെഷ്യലി ലാസ്റ്റത്തെ ആ പിന്നെയും എൻ്റെ കിനാക്കളെ അത് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബ്രെത്ത് മാനേജ് ചെയ്തു. പിന്നെയും എന്റെ കിനാക്കളെ ഉമ്മ കൊടുത്തു കൊടുത്തു മയക്കി ഉണർത്തുക നീ. സൂപ്പർ താങ്ക് യു സർ. കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ദേവിക ആന്യ എന്തോ സാർ എന്തോ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. പല്ലവി ഫസ്റ്റ് പോർഷൻ പാടിയത് ദേവിക അല്ലേ? നല്ലായിരുന്നു മോളെ. താങ്ക് യു സർ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പിന്നെ അഗൈൻ ആന്യയുടേത് അനുപല്ലവി അല്ലേ? അനുപല്ലവി ആ കാത്തു നിന്ന മഴ അല്ലേ? അത് ആന്യ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തു. കുറച്ച് നേസൽ ടോൺ കയറി വരുന്നുണ്ട്. നമ്മൾ ഈ മൂക്ക് എന്ന് നമ്മൾ പറയും ഇപ്പം പാടുമ്പോൾ നമ്മൾ പറയും എടാ ഒരു ഭയങ്കര ഒരു മൂക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നേസൽ ടോൺ ഫീൽ ചെയ്യുന്നുണ്ട്, അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് പാട് എന്ന് നമ്മൾ പറയും. ആനിയൽ അങ്ങനത്തെ ഒരു നേസൽ ടോൺ കയറി വരുമ്പോഴാണ് ഈ പറയുന്ന ഓഡിബിലിറ്റി ഇല്ലാതാവുന്നത്, നമുക്ക് വാക്ക് എന്താണെന്നുള്ളത്. പിന്നെ ബേസിക്കലി കുറേ പ്രാവശ്യം പറഞ്ഞ പോലെ ഹരിയാണെങ്കിലും ശരത്തനാണെങ്കിലും ഞാനാണെങ്കിലും പറഞ്ഞാണ് അകാരങ്ങളൊക്കെ കൃത്യമായിട്ട് അകാരമായിട്ട് വരണം. മോള് ഫീൽ കൊടുക്കുമ്പോൾ അത് ഓ എന്ന് പറയുന്ന ഒരു വാക്കിലെ ഒരു വേറൊരു സൗണ്ടിങ്ങിലേക്കാണ് അത് പോണേ. ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മോളെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അഗൈൻ ദേവിക സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതന്നെ മിഴിയാലൊഴിയും. ഞാനും അവിടെയാണ് എഴുതി, കാരണം എനിക്ക് മനസ്സിലായില്ല. കാരണം ദേവികക്ക് അത് ഒറ്റ ബ്രത്തിൽ പാടാൻ പറ്റില്ലേ? മായപ്പൊൻവേയിൽ നാളം, കാരണം നാള ഇത്ര കേൾക്കുന്നുള്ളൂ, നാളം ഇല്ല അവിടെ. ഒന്ന് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഒറ്റ ബ്രത്ത് പാടാൻ പറ്റും ആ രണ്ട് ലൈൻ. മായപ്പൊൻവേലിന്നാളം മിഴിയാലൊഴിയും വിൻസന്ധ്യേ സ്വപ്നത്തിൻ വാതിൽ പടിമേൽ വന്നു വിളിച്ചു നീ എന്തേ. ആ അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ നാളം ഒക്കെ നാളെ ഇത്ര കേൾക്കണുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. എനിക്കറിയാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ്, ബട്ട് യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊരു 22 years ഒക്കെ ആകുമ്പോഴേക്കും വെൽ ട്രെയിൻഡ് ആയിരിക്കും. അപ്പം ഇപ്പോഴേ തുടങ്ങാം ഈ ട്രെയിനിങ് കേട്ടോ. ഓക്കെ ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളുമാരെ രണ്ടുപേരും കൊള്ളായിരുന്നു കേട്ടോ. ആദ്യം അത് പറഞ്ഞേക്കാം, ദേവികയും ആന്യയും നല്ല നല്ല ടാലന്റഡ് ആണ് നിങ്ങൾ, ഒരു സംശയവുമില്ല. മോള് തുടങ്ങിയതും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മക്കളെ അതുവരെ വായി നോക്കി നിന്നതല്ലേ ആന്യ, അപ്പൊ മോക്ക് എങ്ങനെ ശ്വാസം ഇല്ലാണ്ടായിപ്പോയത്? മോളെന്തെങ്കിലും എക്സസൈസ് ചെയ്തോ ഇതിന്റെ ഇടയിൽ? ആ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പാടി ആദ്യത്തെ ലൈൻ തൊട്ട് ശ്വാസം മുട്ടുമായിരുന്നു കുഞ്ഞിന്, അതാ ചോദിച്ചത്. ഒത്തിരി ബ്രത്ത് വേണ്ട ഒരു ലൈനാ. ഒരു നല്ല ഒരു പിടിച്ചിട്ട് മൊത്തം പാട്ടങ്ങ് പാടണം കേട്ടോ മോളെ. അത് പ്രാക്ടീസ് ചെയ്തോണാടാ. നമുക്കൊരു ഇച്ചിരി നീളമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു കുറച്ച് നേരമൊക്കെ ലോങ് ബ്രെത്ത് എടുത്ത് നമ്മുടെ ലങ്ങൊക്കെ കുറച്ചും കൂടെ ഒക്കെ വലുതാക്കി ശ്വാസം പിടിച്ച് നിർത്തി പാടണം കേട്ടോ മോളെ. ലവ് യു മുത്തുകളെ. താങ്ക് യു ശരത് സർ. ചേട്ടാ. ദേവിക അനന്യ എന്താ സാർ എന്തോ രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒന്ന് വീണ്ടും ഓർക്കസ്ട്രേനോട് നന്ദി പറയണം, കാരണം ഈ സോങ് ഇങ്ങനെ മെഡ്ലി റൗണ്ടിൽ 3 songs മിക്സ് ചെയ്ത് ഇതെങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഡിസൈഡ് ചെയ്തതാണോ, മിക്സ് ചെയ്തതാണോ? ഗ്രൂമേഴ്സും ഓർക്കസ്ട്ര എല്ലാവരും കൂടെ. അടിപൊളി. അപ്പോൾ ഗ്രൂമേഴ്സിനും ഒരു വലിയ താങ്ക്സ് കൊടുക്കണം ഈ അവസരത്തിൽ. പിന്നെ നിങ്ങളുടെ കമ്പാനിയൻഷിപ്പ്, രണ്ടുപേരും കണ്ടസ്റ്റൻസ് ആണ്, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തതിന് അത് എന്താ പറയുക, അതൊരു വലിയ കാര്യമാണ്. അതൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണത്. നല്ലപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ രണ്ടുപേരും നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഞങ്ങൾ ആരും കണ്ടുപിടിച്ചില്ല മക്കളെ. ഓക്കെ ദേവു. ആന്യ. പാർവതി ചേച്ചി, ഈ 3 പാട്ടില് ഒരു കോമൺ സാധനമുണ്ട്. പാർവതി ചേച്ചി എന്തുവാന്ന് ഗസ് ചെയ്യാൻ പറ്റോ?
ശ്രുതി. പ്രത്താണോ? അല്ലടെ. എനിക്കറിയില്ല. ഈ 3 പാട്ടും ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയതാ. പറയാൻ വരുമായിരുന്നു. അത് മാത്രല്ല ഇതിന്റെ അകത്ത് ദിലീപ് സാർ ഈ 3 സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. അസാധ്യം മകളെ, അസാധ്യം. എപ്പിക്. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സാർ. 2 പേർക്കും ഒരേ മാർക്ക്, 7.5. താങ്ക് യു ശരത് സാർ. ഓക്കെ ഓക്കെ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.